ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വ്ളോഗാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെരുന്നാൾക്കുള്ള വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വ്ളോഗാണത്. ഞങ്ങൾ പോയത് എവിടെയെന്ന് വെച്ചാൽ അബുദാബിയിലുള്ള അൽറീം സെൻട്രൽ പാർക്കിലേക്കാണ് പോയത്. കാരണം പെരുന്നാൾക്ക് എങ്ങോട്ടോ നമ്മൾ പോകാമെന്ന് കുറേ സെർച്ച് ചെയ്യുമല്ലോ. കാരണം പെരുന്നാളിൻ്റെ ആ റഷ് കഴിയാൻ 2 ദിവസം എടുക്കും. 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് പോയത് കേട്ടോ. ഞങ്ങളെ കൂടെ വേറെ 2 ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-ാം പെരുന്നാൾ കഴിഞ്ഞ് 3-ാം പെരുന്നാൾക്ക് അബുദാബിയുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ട് പിന്നെ അവിടുന്ന് പ്ലാനിങ് ചെയ്താണ് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ. അങ്ങനെ ലാസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം ഇതാ വഴിയെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ ഇതാ സ്കേറ്റ് പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവരെന്തിനാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ കയാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ട്രൈസൈക്കിൾ ബോട്ട് ഉണ്ട്, ഡക്ക് ബോട്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് കയറണം എന്നുള്ള ഒരു ഉദ്ദേശത്തും കൂടിയാണ് ഇവിടെ വന്നത്. ഞങ്ങളവിടെ ലാസ്റ്റ് മൂമെൻറ്റിലാണ് എത്തിയത്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് ലേറ്റായി. ഒരു 5 o'clock ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതൊരു 7 o'clock വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എന്തായാലും വരിക. അത് കഴിഞ്ഞ് അത് ക്ലോസ് ആക്കുമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ അത് ഞങ്ങൾ എന്താ ചൂസ് ചെയ്തത് വെച്ചാൽ ഡക്ക് ബോട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതാ ഞങ്ങൾ അതിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ ഉമ്മക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, എന്നെ പോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട ബോട്ടുണ്ട്, ഡക്ക് ബോട്ടാണ്. അപ്പോൾ ഇതിന് കുറച്ച് എന്താണ് ഫ്രണ്ടിലേക്ക് ഇതാക്കാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ അയാൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് ഈ ലേക്കിൻ്റെ ഇടയിൽ ഓരോ ചാനൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാം. ഇത് വല്ലാണ്ട് സ്പീഡൊന്നും ഇല്ല കേട്ടോ, നമുക്ക് മാനേജ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇതിൽ വേണ്ട. അപ്പോൾ ഇതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡ്രൈവർ ആരാന്ന് ചോദിച്ചാൽ ഞാനായിട്ടാണ് ഡ്രൈവർ, ഞാനായിരുന്നു ഡ്രൈവർ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അയാൾ. സെക്കൻഡ് ലെഫ്റ്റ് തിരിയാ. ഫസ്റ്റ് ലെഫ്റ്റിൽ പോയത് 3 ചാനലുള്ളത് അവിടെ ഇവിടെ തന്നെയാണ്. ഫസ്റ്റത്തെ ചാനലിൽ പോയത് 2-ാമത്തെ ചാനലിൽ പോവാ, എന്നിട്ട് തിരിച്ച് ഇങ്ങനെ വരാം. അതല്ല, ചാനലിൽ പോകാന്നുണ്ടെങ്കിൽ നേരെ പോവാ, അവിടുന്ന് റൈറ്റ് സൈഡ് പോവാ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ അങ്ങോട്ട് വരാം. എന്താ വേണ്ടത്, ചാനലിൽ പോകണം? അതാ ഇവന് പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് റൈറ്റ് സൈഡില് ചാനൽ പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ. അപ്പോൾ കേട്ടല്ലോ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മക്കളെ. അപ്പോൾ അതാ മെല്ലെ എന്താ പറയുക ഗിയർ കൊടുത്ത് മെല്ലെ ഞങ്ങളിത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് ഇത് വരുന്നില്ല. അപ്പോൾ അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടല്ലോ കുറേ ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. രാത്രി ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഒന്ന് ജസ്റ്റ് കറങ്ങി വരണം. ഇത് സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഫ്രണ്ട്സിലാരും കൂടി പോകുമ്പോൾ അടിപൊളിയാവും. എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവം കേട്ടോ ഇതൊക്കെ. പിന്നെ എന്താ പറയുക, ഓരോ ചാനലെന്ന് വെച്ചാൽ ഈ കണ്ടൽക്കാടുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്ങൊക്കെ നമുക്കിങ്ങനെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് കാണാം. എന്തായാലും ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു, വല്ലാണ്ട് സ്പീഡൊന്നുമില്ല. നമ്മളിങ്ങനെ കാമൻ ക്വയറ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം എന്താ പറയുക ഇവിടുന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ.
പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈമിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. കാരണം ചിലപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ ഇത് എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ചിലപ്പം എല്ലാം അങ്ങോട്ട് മൂവ് ആയി പോകും. അപ്പോൾ എൻ്റെ പേടി എന്താ വെച്ചാൽ എന്താ പറയുക, രണ്ട് സൈഡിലും തട്ടിക്കാണ്ട് സെൻറ്ററിലൂടെ പോകാന്നുള്ള ഡ്യൂട്ടിയാണ് ഞാൻ. കാരണം ഞാനത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യേണ്ട. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പം ഒരിക്കൽ നമ്മളെ ബോട്ട് അങ്ങോട്ട് എല്ലാം മൂവായി അതിൻ്റെ മുകളിൽ ചെന്ന് അവിടെ സ്റ്റോപ്പായി. പിന്നെ എങ്ങനെയോ തള്ളി പിന്നെ വെള്ളത്തിലേക്ക് ആക്കിയതാണ് ഞങ്ങൾ. അപ്പോൾ അത് കുറച്ചൊരു ഡേഞ്ചറാണ് കേട്ടോ സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ മക്കൾസിന് ഇതിൽ കയറ്റാൻ പറ്റില്ല കേട്ടോ. ഒരു ഏജ് വരെ ഉണ്ടെന്ന് തോന്നുന്നു, എത്ര ഏജ് വരെ എന്നറിയില്ല. എന്നാലും ചെറിയ മക്കൾസിനും ഇതിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ ഇതിൽ പോയപ്പോഴും പിള്ളേരൊക്കെ എന്താ പറയുക, നമ്മൾ ഹസ്ബൻഡ്സൊക്കെ നോക്കിയത്. അപ്പോൾ അവർ അവിടെ പാർക്കിൽ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ ശേഷം അവരെന്തോ കയാക്കിങ് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ മക്കൾ നോക്കും, അവർ കയാക്കിങ് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കയറുന്നത് ഹല കണ്ടിട്ടില്ല. ഹല കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര കരഞ്ഞാകെ സീനാക്കും. ഇത് അവർ അത്യാവശ്യം ടൈം തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ടൈം വെച്ചാൽ അത്യാവശ്യം ഉണ്ട്. ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ആവാൻ അത്യാവശ്യം സമയം ഉണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും മെല്ലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, അവർ ടൈം തരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ അവിടെ എത്തിയാലും മതി. അവിടെ പോയി ഇടിക്കണ്ടാ. അവരും മെല്ലെ എൻജോയ് ചെയ്തിട്ടാ, നമ്മളെ പോലെ ബലം പിടിച്ചിട്ടില്ല. ഇത് സംഭവം അടിപൊളിയായിട്ടോ. ഇങ്ങനെ ചാനലിൽ കൂടി ഇങ്ങനെ ആസ്വദിച്ച് പോകാനും ഭയങ്കര രസമാണ്. പക്ഷേ ഇത് രാത്രിനുള്ളിൽ വന്ന് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടാവും. കാരണം എന്താ പറയുക, ആ സമയത്ത് ഇവിടെ ഭയങ്കര ഇരുട്ടോ, ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറയുക, അതിൻ്റെ മുന്നേ വന്നിട്ട്, അതായത് രാത്രിയാണതിൻ്റെ മുന്നേ വന്നിട്ട് ഇത് ചെയ്യണം കേട്ടോ. ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നല്ല എന്താ പറയുക, നമുക്ക് രാത്രിയുടെ മുന്നേ വന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഇതേപോലെ ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാ ചാനൽ കഴിഞ്ഞിനി ഇതാ നമ്മളിതാ എന്താണ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഇതാ ഇങ്ങനെ മെല്ലെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം രാത്രിയായിട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കെട്ടിയവന്മാർ എന്താണ് ഇതേപോലെ കയാക്കിങ് ഇതാ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കയാക്കിങ് ചെയ്യാൻ ആ ഒരു ടെക്നിക്ക് പിടി കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ നല്ല സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരും ഇതേപോലെ തന്നെ ആ ചാനലിലൂടെ ഇങ്ങനെ എന്താ പറയുക അവർ പോകുന്നുണ്ട്. പിന്നെ അവർക്ക് കുഴപ്പമില്ലല്ലോ, നമ്മളെ പോലെയല്ലല്ലോ, കുറച്ച് ധൈര്യമുള്ള ടീമല്ല അവർ. അങ്ങനെ അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം കഴിഞ്ഞിട്ടില്ല, കഴിയാൻ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടെന്ന് തോന്നണേ. അപ്പോൾ അവരിത് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ് ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ്. കൈ കടയുണ്ടാ? ഞാനില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് മക്കളെ ഞങ്ങളത് ചെയ്തു കേട്ടോ. കാരണം ആ ഒരു ടൈം ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്തു മറക്കാതെ ഞങ്ങൾക്കത് എന്താ പറയുക, കയാക്കിൻ്റെ സംഭവങ്ങളൊക്കെ കൈമാറി. അപ്പോൾ ഇതാ ഇനി അതിനുള്ള എന്താണ് തന്ത്രപ്പാടിലാണ്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ടെക്നിക്ക് പിടി കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യട്ടോ.
പിന്നെ ആ സാധനം വെച്ചിട്ട് കരക്കം തന്നെ ഭയങ്കര തുഴഞ്ഞ് കളിക്കുക കേട്ടോ. വെള്ളത്തിന് സെൻട്രൽ ഭാഗത്തേക്ക് പോകാണ്ട് തന്നെ ഇത് ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഈ ബോട്ട് മറിയോ ഇല്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ തോണി നക്കണ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നല്ല അതിൻ്റെ സംഭവം വരുന്നത്. രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ തുഴയുമ്പോഴാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കയാക്കിങ് ചെയ്ത് വന്നപ്പോഴിതാ പിള്ളേരിതാ പാർക്കിൽ കളിക്കുന്നുണ്ട്. ഞങ്ങൾ കെട്ടിയന്മാരെ അവിടെ നല്ല സേഫായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ എന്താ കയാക്കിങ് അടിപൊളിയാട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ തന്നെ അതിൻ്റെ ഒരു ടെക്നിക്ക് പിടിക്കിട്ടിയാൽ നമുക്ക് എന്താ സിമ്പിളായിട്ട് ഇങ്ങനെ തുഴഞ്ഞ് പോവട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരിക്കലൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കത്. പിന്നെ ഒരു 8-8 ആയപ്പോഴും പിള്ളേർക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല, കാരണം ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സർവ്വ ഊർജ്ജം എടുത്തിട്ടാണ് രണ്ട് സംഭവങ്ങളും ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു അൽവാദ മോൾ ഉണ്ട് അബുദാബിയിൽ. അപ്പോൾ അവിടെ പോയിട്ട് എന്താ പറയുക സീറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് വന്നാൽ മതി കേട്ടോ. നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിസ്സ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അതിന് കട്ട വെയിറ്റിങ്ങിലാണ്. പിന്നെ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വിശപ്പ് തീർന്നില്ല ഗായ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, വേറൊരു മോളിൽ പോയിട്ട് എന്താണ് മോസി എന്ന് പറഞ്ഞ സംഭവം അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആണ്. ഇപ്പോൾ ഇതാ UAE ഫേമസ് ആയിട്ട് വരുന്നതല്ല, ഫേമസ് ആണ്. അപ്പോൾ അവിൽ മിൽക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു കലവറയുണ്ട് ഇവിടെ. അപ്പോൾ അത് അവിൽ മിൽക്ക് കുടിക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പല ടൈപ്പ് ഓഫ് അവിൽ മിൽക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളത് വേറെ ഉണ്ട്, അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്ക് വേറെ ഉണ്ട്, സ്പെഷ്യൽ വേറെ ഉണ്ട്, ഫ്ലേവേർഡ് വേറെ ഉണ്ട്. അങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടിൻ്റെത് വാട്ടർമെലൻ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് അറിയാമല്ലോ, ആ കൊടയൊക്കെ വെച്ചിട്ട് സ്ട്രോബെറിയും ഡെക്കറേഷൻ ചെയ്തൊക്കെയാണ് പിള്ളേർക്ക് വരുന്ന ന്യൂട്ടല്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് പിള്ളേർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ജാക്ക് ഫ്രൂട്ടിൻ്റെ അവിൽ മിൽക്കാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. ഞങ്ങൾ പിന്നെ അല്ലേനിക്ക് പോയി, പിന്നെ അതുപോലെ തന്നെ അവർ അബുദാബിയിലെ ഫാമിലി അവരുടെ റൂമിലേക്കും പോയി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വ്ളോഗുമായി ഇനിയും വരാം. അതുവരേക്കും ബൈ.